ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ ദിവസമായി എടുത്തു വെച്ചിട്ട് അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ അടുത്ത് കുറച്ച് വളർത്തമീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വളർത്തണ മീൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അത് ഓർഡർ ചെയ്തിരുന്നു, 1 കിലോ വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വാങ്ങിക്കൊണ്ടുവന്നത്. എന്നിട്ട് നന്നാക്കുകയാണ്, അമ്മയും മക്കളും കൂടി നന്നാക്കുകയാണ്. അപ്പം ഞാൻ വേറോരോ പണിയിലാണ്. അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ ഇവിടെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ട് തിരുമ്പാന്. കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ. അപ്പം രാവിലെ ആകെ കൂടെ ഒരു ജഗ പുകയിട്ട് കല്യാണത്തിൻ്റെ ആ ഒരു ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഒക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ആദ്യം തൊട്ട് ചെയ്യണം. അപ്പം ഇതൊന്നും ചെയ്യാതെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ യാതൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഓരോരുത്തരുടെ ഷോക്സൊക്കെ കുഴഞ്ഞ് വന്നിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടേ. അപ്പം ഇത് വൈകുന്നേരം വെള്ളം കുടിക്കാൻ കൊണ്ടുവയ്ക്കുന്ന കുപ്പിയാണ്. ഒക്കെ അവിടെ ഇവിടെയും കിടക്കുകയാണ്. എല്ലാവർക്കും നല്ല ക്ഷീണമാണ്, നല്ല വെയിലല്ലേ. അപ്പം രാവിലെ തേക്കാൻ വേണ്ടിയിട്ട് ഇസ്തിരിപ്പെട്ടി എടുത്തതായിരുന്നു, അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ ആദ്യം തൊട്ട് തുടങ്ങിയിട്ട് വേണം കേട്ടോ. അപ്പം ചോറ് എന്തായാലും ഞാൻ രാവിലെ വെച്ചിട്ടുണ്ട്. എവിടേക്ക് എന്തിന് പോവുകയാണെങ്കിലും ചോറ് ഞാൻ വെച്ചേക്കും കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ചോറ് വയ്ക്കും. അപ്പം ഇനി അകൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് തുടയ്ക്കണം. വിളക്ക് വയ്ക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മയും കുട്ടികളും മീനൊക്കെ നന്നാക്കുകയാണ്. അപ്പം ഞാനിന്ന് ഈ ഈർക്കിളി ചൂലുകൊണ്ടാണ് അടിച്ചു വരുന്നത്. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പം അമ്മയ്ക്ക് അത് നല്ല ഇഷ്ടമാണ്. എനിക്കതൊരു സുഖം തോന്നിയിട്ടില്ല കേട്ടോ. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അടിച്ചു വരുമ്പോൾ. പുൽച്ചൂലാണെങ്കിൽ പിന്നെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്ക് അതുകൊണ്ട് സ്പീഡൊന്നും കിട്ടണില്ല. അപ്പം ഞാൻ ഈ ഒരു ചൂലാണ്ട് എടുത്തു വേഗം. അപ്പം മിക്ക ദിവസങ്ങളിലും ഞാൻ ഇപ്പം ഇതുകൊണ്ടുണ്ട് അടിക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് കേടുവരാതെ വേറൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട്. അപ്പം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് തുടയ്ക്കുകയാണ്. അപ്പം അടിക്കലും തുടയ്ക്കലും ഒന്നും ചെയ്യാതെ പിന്നെ നമ്മളൊക്കെ അവിടെ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ യാതൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അന്നത്തെ ദിവസം തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ കൊണ്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു സുഖമാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല, എപ്പോഴായാലും എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലേ. അപ്പം ഇന്നൊക്കെ താളം തെറ്റിയില്ലേ. അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത്. രാവിലെ ചോറുണ്ടാക്കി ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോയതാണ്. പിന്നെ വരുന്നത് വൈകുന്നേരം അല്ലേ, 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ. ഇപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് അനുമോള് വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ്റെ സൈക്കിൾ ഒന്നില്ലെങ്കിൽ അടുക്കളയിൽ ഒന്നില്ലെങ്കിൽ ഉമ്മർത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്ന പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനൂട്ടി മേലൊക്കെ കഴുകിയിട്ട് ഓള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മേലൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓള് വിളക്ക് വയ്ക്കുകയാണ്, കയ്യും കാലൊക്കെ കഴുകിയിട്ട്. പിന്നെ നേരത്തെ മേലെഴുകിയതല്ലേ, അപ്പോൾ പിന്നെ വിളക്ക് വയ്ക്കാൻ നേരത്തെ ഒന്ന് കയ്യും കാലം കഴുകി. ഇനിയിപ്പോൾ കിടക്കണതിന് മുന്നേ ഒന്നും കൂടി ഓള് മേലെഴുകും കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, നേരത്തെ മേലെഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിടക്കണതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടിയും കഴുകട്ടെ അമ്മാറിന്. ഓള് നന്തുട്ടിയാണ് അതിൻ്റെ ആൾ കേട്ടോ. മറ്റവന് പിന്നെ ഒരൊറ്റ രാവിലെയും കുളിക്കും വൈകുന്നേരം കുളിക്കും, തല നനച്ച് കുളിക്കും. ഇവർക്ക് പിന്നെ അങ്ങനെ 2 സമയമൊന്നും തല നനയ്ക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഓളങ്ങനെ മേലെഴുകും. നന്തുട്ടിയും തന്നെ നല്ല ഇഷ്ടമാണ് മേത്ത് കൂടെ അങ്ങനെ വെള്ളം പറന്ന് നിൽക്കണത് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് എല്ലാ ഭാഗത്തെയും ലൈറ്റൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ അമ്മയാണ് കേട്ടോ വിളക്ക് വയ്ക്കൽ. അമ്മ ഇന്നിപ്പോൾ ഈ മീൻ പണി എടുക്കുകൊണ്ടേ ഇനിയിപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് വേണ്ടേന്ന് പറഞ്ഞാണ്ട് ഇന്നോളാണ് വിളക്ക് വെച്ചത്. അപ്പോൾ രാവിലെ വാർത്തച്ച് പോയ ചോറാണ് കേട്ടോ, എടുത്ത് വെച്ചിട്ടില്ല. പോവാൻ നേരത്താണ് വെന്തത്. അപ്പോൾ വേവുള്ള അരിയാണെന്ന് വെച്ചതും. അപ്പോൾ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീരയൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ചീര താളിക്കാന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇതാ നന്ദോട്ടൻ്റെ പുതിയ ഷൂ ആണ് കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് വേണം എടുത്ത് വയ്ക്കാൻ. പക്ഷെ കഴുകാനൊന്നും സമ്മതിക്കണില്ല. ഓൻ തന്നെ വേഗം ഭാഗത്ത് വയ്ക്കുകയാണെന്നുണ്ട് അതിൻ്റെ കവർ തന്നെ ഇട്ടുകൊണ്ട് എടുത്ത് വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ തലേ ദിവസം തിരുമ്പിട്ടതൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ആദ്യം അടുക്കളയത്തെ പണിയൊക്കെ ഒരുങ്ങട്ടെ വിചാരിച്ചിട്ടോ. അപ്പം അമ്മ അതാ ചീരയൊക്കെ എടുത്തിടുന്നിട്ട് നന്നാക്കണുണ്ട് കേട്ടോ. ഇപ്പോൾ ചീര പിച്ചി വെക്കലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കത്തിയോണ്ട് അരിയാതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്ദുട്ടി അച്ഛനും അതങ്ങനെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുമോൾ ഇവിടെ പഠിക്കുകയായിരുന്നു, ഇപ്പോൾ എങ്ങോട്ടോ പോയതാണ്. ഏട്ടനും ഉണ്ട് അവിടെ കിടക്കണം കേട്ടോ. കണ്ണനും പഠിക്കുകയാണ്. എന്തായാലും ഞാൻ അടുക്കളയ്ക്ക് പോന്നു. അപ്പോൾ ആദ്യം മീൻ വെക്കണോ വെക്കണ്ടേന്ന് കുറേ ഇങ്ങനെ സംശയിച്ചു തന്നു കേട്ടോ. എന്നപ്പോൾ ചിക്കനൊക്കെ കഴിക്കുകൊണ്ട് വേണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇത് കണ്ടപ്പോൾ വേണം അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഓരോ കഷ്ണം എടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് മുളകും മഞ്ഞളും ഒക്കെ തിരുമ്പി വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് തിന്ന് നാളേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പും അവിടെ തിരുമ്മിയിട്ടുണ്ട്. ഇനി ഇതിക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് കുത്തി ചതച്ചിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് തിരുമ്പുമ്പോൾ നന്നായിട്ട് കയ്യിൽ കുത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുള്ള്. ഇത് ഭയങ്കര പണിയാണ് ഇതമ്മേ. എന്താ സിലോപ്പി എന്ന് പറഞ്ഞ മീനാണിത്. പല നാട്ടിൽ പല പേര്, തിലോപ്പിയ, സിലോപ്പി അതൊക്കെ പറയും കേട്ടോ. ഇവിടെ സിലോപ്പി എന്നറിയും.
അപ്പം ഞാൻ അതിന് കുറച്ച് നല്ല കഷ്ണങ്ങൾ പെറുക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നാളെ വറക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് വറക്കാനിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ കുത്തി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേക്ക് നാളെ വറക്കുമ്പോഴേ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. ഇന്ന് തന്നെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും പിറ്റേ ദിവസം കിട്ടൂല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകും പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം. പല രീതിയിലും വറക്കൂലേ, അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ ചെയ്യൂട്ടോ. ചില സമയത്ത് വെറും ചെറിയുള്ളി കുത്തിയിട്ട് മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് അങ്ങനെയും വറക്കും. അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും തിരുമ്മിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, വേഗം വറക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഓരോ പണി അങ്ങനെ എടുത്തിട്ട്. അപ്പം ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ വേഗം താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ ചീരയൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, കുറേ കാലമായി ഇത്ര ദൂരമൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ പോന്നിട്ടോ. അപ്പം ഇന്ന് ഒരു ആഗ്രഹം കൊണ്ട് കല്യാണത്തിന് അങ്ങനെ പോകുന്നതാണേ. വല്യമ്മേൻ്റെ വീട് അമ്മ കണ്ടിട്ടില്ല, അപ്പം അങ്ങനെ പോകുന്നതായിരുന്നു. അപ്പം നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അതൊക്കെ പിച്ചി തന്നിട്ട് അമ്മ കിടക്കാൻ പോയിട്ടോ. ഇനിയിപ്പോൾ ചോറിന സമയത്ത് നീക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയിലാണ് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചീര ഇട്ട് കൊടുത്തുട്ടോ. എന്നിട്ട് ചീര നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷമാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണത്. ചിലർ കഞ്ഞിവെള്ളം തിളച്ചതിന് ശേഷം ചീര ഇട്ട് കൊടുക്കും. പക്ഷേ എങ്കിൽ ഞാനിവിടെ എപ്പോൾ താളിപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം ഇലകളൊന്ന് വാട്ടിയെടുക്കും കേട്ടോ. മുരിങ്ങയില ആണെങ്കിലും മത്തൻ്റെ ഇല ആണെങ്കിലും പിന്നെ ചീരയൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യുക. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ചീരയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ചീരയൊക്കെ. ഇത് പിന്നെ നല്ല ഇളയ ചീരയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ തണ്ടൊന്നും വേവാൻ സമയം എടുക്കൂല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെട്ടി തിളച്ചൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ താളിപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചില നാട്ടിലെ താളിപ്പ് എന്താണെന്ന് സത്യത്തിൽ അറിയില്ല കേട്ടോ. ഒരുപാട് വീഡിയോസിൻ്റെ ചോട്ടിൽ കമൻ്റായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്നുള്ളത് അങ്ങനെ ചോദിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് താളിപ്പ് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണല്ലേ. മീനൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും താളിപ്പിനോടാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ചിരങ്ങാ താളിപ്പ്, മുരിങ്ങാ താളിപ്പ്, ചീരത്താളിപ്പ്, മത്തൻ്റെ ഇല, കുമ്പളങ്ങയില അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ അരച്ച് വെക്കുന്ന കറീനേക്കാളിലും താളിപ്പിനോടാണ് കേട്ടോ എവിടെയും കൂടുതൽ ഇഷ്ടം. പിന്നെ അച്ഛനുള്ളൂ കുറച്ച് പിന്നാക്കം കേട്ടോ, താളിപ്പിനോട് അത്ര എൻ്റെ ഇഷ്ടമല്ലാത്തത്. അപ്പം അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. താളിപ്പിലൊന്നും ഞാൻ എത്ര ഉപ്പിട്ടാലും ഉണ്ടാവില്ല കേട്ടോ. അമ്മേനെ ഇടുന്ന താളിപ്പിൽ ഉപ്പുണ്ടാവണമെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ എത്ര ഇട്ടാലും പിന്നെ വിളമ്പാൻ നേരത്തെ അമ്മ നോക്കിയിട്ട് വീണ്ടും ഇടും കേട്ടോ. എന്നാലും ഉപ്പ് കൂടിപ്പോവലില്ല, അതൊരു സമാധാനമാണ്. കുറഞ്ഞാൽ പിന്നെ ഇടാലോ. അപ്പോൾ മീനും ആയി താളിപ്പും ആയി കേട്ടോ. അപ്പോൾ അതാ ചീരത്താളിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും കുറച്ച് ചോറൊക്കെ മതിയാവും. അപ്പോൾ വിചാരിച്ചിട്ട് കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ മീനും വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. ഇവിടെ എപ്പോൾ പിടിക്കുകയാണെങ്കിലും ഞങ്ങൾ വാങ്ങലുണ്ട് കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് വളർത്തുന്നത്. അപ്പോൾ ഇതാ രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് ഉള്ളി വാട്ടിയതുണ്ട്. അതുപോലെ ദോശയ്ക്ക് കുറച്ച് തക്കാളി ചമ്മന്തി അരച്ചിരുന്നു കേട്ടോ. അതിനുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്ദൂനും. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ നിന്നിട്ട് പോകുന്നു. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണികളില്ലേ മടക്കി വയ്ക്കാൻ. അപ്പോൾ അത് തലേ ദിവസത്തെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും നന്ദൂട്ടിയും ഫോണിൽ കണ്ട് രണ്ടാളും ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ തുണികളും ഒന്നിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അമ്മേൻ്റെയും അച്ഛൻ്റെയും അനുട്ടീൻ്റെയും കണ്ണൻ്റെയും നന്ദുവിൻ്റെയും ഇൻ്റെതും എല്ലാവരുടെയും വേർതിരിച്ചിങ്ങനെ മടക്കി യഥാ സ്ഥാനത്തേക്ക് കൊണ്ടുവയ്ക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മേലെ എഴുതാൻ. അപ്പോഴേക്കും അന്നുട്ടി അവിടെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവള് പഠിക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കുക അമ്മ എന്ന് പറഞ്ഞിട്ട്, പഠിച്ചതൊക്കെ ഒന്ന് ചോദ്യോത്തരം ചോദിക്കുക അമ്മ എന്നിട്ട് അവള് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ തുണി മടക്കിയേക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം മേലെഴുകാൻ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം മേലെഴുകാൻ. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ കിടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ നന്ദുവിനെ ഏട്ടനെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് വേണം ചോറ് കൊടുക്കാൻ. അപ്പം ഇന്നത്തെ വിശേഷം അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്